ഇനി കാശെടുത്തോ. മാഡം, എന്നാ ഞാൻ അങ്ങോട്ട്. ശരി. നന്ദിയുണ്ട് തോമാച്ചനോട് എനിക്ക്, അളവറ്റ നന്ദിയുണ്ട്. ഓക്കെ മാഡം. ഈശ്വര, ചതി പറ്റുമോ? വരുന്നത് വരട്ടടാ. മോളിലിരുന്ന് ഈശ്വരനെല്ലാം കാണുന്നുണ്ട്. കവിതേ, അഴകത്ത് വീട് വിലയ്ക്ക് വാങ്ങിക്കാറായോ നീ? വിലക്കല്ലല്ലോ അനന്തു, പണയത്തിന്. വിലയ്ക്ക് വാങ്ങാൻ ഇനിയും കോടികൾ എത്ര വേണം? പണയപ്പെടുത്തുന്നത് നിനക്കാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഇതെന്താ സൂപ്പർ ലേഡി ഷോയോ? ഞാൻ പറയുന്നത് അനന്തു ഒന്ന് കേൾക്കാദ്യം. പണയം എടുക്കുന്നത് എന്റെ പേരിലാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അനന്തു സമ്മതിക്കുമായിരുന്നോ? ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. എനിക്കറിയേണ്ടത് ഇത്രയും കോടി രൂപ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇത്രയും തുക തന്ന് നിന്നെ ആ തോമാച്ചൻ സഹായിക്കാൻ മാത്രം നീ ആരാ അയാളുടെ? ആരുമല്ല, പക്ഷെ പണം തന്നത് അയാൾ തന്നെ. ഇത്രയും കാശ് തന്ന് സഹായിക്കാൻ മാത്രം എന്താ നീ അയാൾക്ക് ഈട് കൊടുത്തത്? നിന്നെ ആണെങ്കിൽ പോലും ഇത്രയും വിലക്കില്ല നീ. അനാവശ്യം പറഞ്ഞിങ്ങനെ ചീപ്പാവരുത്. എന്നെ വിലയ്ക്ക് വാങ്ങാൻ മാത്രം വലിപ്പം ഒരു തോമാച്ചനും ഇല്ല. ഈ ഈടിനു വേണ്ടി തീരാധാരം ചെയ്തു കൊടുത്തത് എന്റെ സ്വന്തം വീടാ. എന്തിന്? അതെ, എന്തിന്? അത് ചോദിക്കണമായിരുന്നു ആദ്യം. പാലാക്കാരൻ ഒരു പലിശക്കാരൻ വന്ന് അഴകത്ത് വീട് പണയത്തിനെടുത്തിട്ട് പിന്നീട് നമുക്കത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടം എനിക്കല്ല, അഴകത്തമ്മയ്ക്കും മക്കൾക്കുമാ. എന്റെ ഉദ്ദേശം ശുദ്ധമായിരുന്നു. എന്റെ പേരിൽ എഴുതിയ വസ്തുവിന് പൂർണ്ണ അധികാരം അനന്തുവിനാണ്. ഇന്നു മുതൽ അഴകത്തെ അധികാരി അനന്തുവാ. എന്താ, എല്ലാവർക്കും മുകളിൽ ഒരു സ്ഥാനം കിട്ടിയ കൈക്കോ? എല്ലാത്തിനും മുകളില് എനിക്ക് എൻ്റെ അമ്മയാ. ഏത് തരത്തിൽ ന്യായം പറഞ്ഞാലും നിന്റെ പ്രവൃത്തികളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എന്നോട് പറയാതെ നീ കാണിച്ച അതിബുദ്ധിക്ക് ഞാൻ നിന്നോട് തിരിച്ചു കാണിക്കും. ഇന്നു മുതൽ നമ്മൾ തമ്മിലുള്ള ദാമ്പത്യം ഒരു കൂട്ടുചേരലല്ല, കൂട്ടുപിരിയലാണ്, മത്സരമാണ്. അതോർത്തോ നീ? ചതി പറ്റി അല്ലേ ഉണ്ണിയമ്മേ? അറിഞ്ഞില്ലല്ലോ, പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മള്. അറിയാത്തതും പ്രതീക്ഷിക്കാത്തതും ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഉണ്ണിയമ്മയ്ക്ക്? കവിത പ്രീ പ്ലാൻഡ് ആയിരുന്നു. അത്തരമൊരു പ്ലാനിങ്ങിന് അനന്തുവിനെ കരുവാക്കുമായിരുന്നു കവിത. നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതിനാ അമ്മയുടെ റിമാൻഡിന്റെ കാലാവധി കഴിയുന്നതിന്റെ തലേന്ന് വരെ ഈ എഗ്രിമെന്റിന്റെ സമയം നീട്ടിവെച്ചത്. ഈ പണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവള് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത രേഖകളൊക്കെ തിരിച്ചു തരാതിരിക്കുവോ? തിരിച്ചൊക്കെ വാങ്ങിക്കാം, പക്ഷേ പണം എങ്ങനെ ഉണ്ടാക്കും? നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കണം.
ആ വിൽപ്പനയ്ക്കല്ലേ നമ്മൾ അത് ശ്രമിച്ചത്. അത് നടന്നില്ലല്ലോ. വില പറഞ്ഞവരൊക്കെ പിന്നെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത്. അതും ഒരു പ്ലാനിംഗ് ആയിരുന്നു ഉണ്ണിയമ്മേ. ഇപ്പോഴാ അതെല്ലാം ഒരു ചിത്രം പോലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. മുമ്പ് മൈഥിലിയെടുത്ത് അത് സൂചിപ്പിച്ചിരുന്നു. അവരുടെ ഒരു കുശുമ്പായിട്ടേ അന്നെനിക്ക് തോന്നിയിരുന്നുള്ളൂ. അതിബുദ്ധിയുള്ളവരുടെ തീരുമാനങ്ങളെക്കാൾ നല്ലത് ചിലപ്പോ ചെറുബുദ്ധിയുള്ളവരുടെ സംശയങ്ങളാ. ഉണ്ണിയമ്മേ, ഒരു കാര്യം വ്യക്തമാ. ഈ പണം കൊടുത്തു തീർത്ത് വീട് തിരിച്ചെടുക്കുന്ന വരെ നമ്മള് കവിതയെ സഹിക്കേണ്ടി വരും. അശോ, കവിതയുടെ അഹങ്കാരത്തിന് നിന്ന് കൊടുക്കേണ്ടി വരും. എനിക്കതല്ല, ഇതൊക്കെ സുമംഗല അറിയുമ്പോ എന്ത് സംഭവിക്കുമെന്നാ. തൽക്കാലം അമ്മയൊന്നും അറിയരുത്. അറിഞ്ഞ കവിതയുടെ പണം കൊണ്ട് ജാമ്യം എടുക്കാൻ അമ്മ സമ്മതിക്കില്ല. അത് നേരാ. എന്തായാലും സുമംഗല ഇറങ്ങി വരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. കണ്ടോടി പെമ്പിള്ളാരുടെ പവർ. പവറൊന്നുമല്ല, ഇത് ചതിയല്ലേ. ഞങ്ങൾ എല്ലാരും ചതിച്ചല്ലേ നീ? അതെ, ഇത്രയും ബുദ്ധിയുള്ള വമ്പന്മാരെ ഒന്നിച്ച് പറ്റിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാനൊരു ചെറിയ ആളാണോടി. ഒരു ലക്ഷ്യം വെച്ച് നടന്ന അത് കാടായാലും കടലായാലും മുറിച്ച് കടക്കും കവിത. ലക്ഷ്യമാണ് പ്രധാനം. അതിലേക്കുള്ള മാർഗത്തിൽ ചതിയുണ്ടാവും, വഞ്ചനയും ഉണ്ടാവും. ചിലപ്പോ മരണം വരെ സംഭവിക്കും. നീ അഴകത്തമ്മയാവാൻ മോഹിച്ചു, ഞാൻ അഴകത്തമ്മയാവാൻ തീരുമാനിച്ചു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്കിങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ട് വലിയ ആളാവണ്ട. അയ്യോ പിന്നെ, നീയൊരു പുണ്യാളത്തി. പണവും പദവിയും വേണമെങ്കിലേ കുറച്ചൊക്കെ ദ്രോഹിക്കേണ്ടി വരും. നീയൊക്കെ ഇപ്പൊ എന്റെ അടിമയായില്ലേ? നോക്കി നിൽക്കാതെ പോയി ചായ എടുത്തോണ്ട് വാടി. ഓടി. പിന്നെ ചായ എടുക്കും. എടുത്താ നിനക്ക് കൊള്ളാം. ഇനി ഈ വീട്ടിൽ എന്റെ ഭരണോ. ഒരുപാട് അനുഭവിക്കണ്ടേ നിനക്ക്? ഞാൻ പറയുന്നത് അനുസരിച്ചോളണം. അടുത്ത അഴകത്തമ്മയായിട്ട് എന്നെ അഭിഷേകം ചെയ്യും. കിരീടധാരണം വരെ ഉണ്ട്. ആഘോഷങ്ങൾക്ക് അടുക്കളക്കാരി നീയാ. ഞാൻ കഴിച്ച് കഴിയുമ്പോ എന്റെ ഇലയില് നിനക്ക് ഊണ്. ഉണ്ട ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങുമ്പോ എന്റെ കാൽച്ചുവട്ടിലിരുന്ന് കാല് തടവി തരേണ്ടത് നീ. ഓ, നീ നിൽക്കുമ്പോ നിന്നെ കാലിൽ പിടിച്ച് മറിച്ചിടുന്നത് ഞാൻ. നീ ഉറങ്ങുമ്പോ നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ഞാൻ. അഹങ്കാരം പറഞ്ഞ നിന്നെ കൊല്ലും ഞാൻ. നാവിട്ട് അലക്കാതെ മര്യാദക്ക് നിന്നോടെ ഇവിടെ. വല്യേട്ടാ, എന്നെ വിശ്വസിക്കണം. ഞാനല്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയാണ്, ഞാനൊന്നും അറിഞ്ഞതല്ല. എവിടെയാ മോനെ നമുക്ക് പഴിച്ചത്? അറിയില്ല വല്യേട്ടാ, പക്ഷെ ഞാനല്ല. അറിയാം. എത്ര നിഷേധിയായാലും തറവാട് മുടിക്കാൻ നീ കൂട്ടു നിൽക്കില്ലെന്ന് നന്നായിട്ടറിയാം. വല്യേട്ടൻ പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കവിത കളയട്ടെ ഞാൻ? വിഡ്ഢിത്തം പറയല്ലേ അനന്തു നീ. ഇപ്പൊ അവളെ പിണക്കി വിട്ട നമ്മുടെ സ്വത്തും സമ്പാദ്യവും വീടും എല്ലാം അവളുടെ കയ്യിലായി പോകും. ചെക്ക് ഉൾപ്പെടെയുള്ള
സകല രേഖകൾ എഴുതി വാങ്ങിച്ചിരിക്കുക അവള്. പിണക്കരുത്. പിണക്കിയാ പോയി അനന്തു. മോനെ, നമ്മൾ ചതിപ്പെട്ടു. ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലേ വല്യേട്ടാ? തിരിച്ചു പിടിക്കണം നമുക്ക്. ഇത്രയും കാശുണ്ടാക്കണം. കവിത ചോദിക്കുന്ന പലിശ ഉണ്ടാക്കണം. പെട്ടെന്നെങ്ങനെയാ? കാശ് കൊടുത്താലും രേഖകളൊന്നും അവള് തിരിച്ചു തന്നില്ലെങ്കിലോ? കൊല്ലും. വല്യേട്ടൻ എന്താ പറഞ്ഞേ? കൊന്നുകളയും ഞാൻ. അഴകത്തമ്മയാവുന്നതിന് ഇവിടെ എന്തോ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലേ? അല്ല, അഴകത്ത് തറവാട് സ്വന്തമായ സ്ഥിതിക്ക് ഇനി ഞാനാണല്ലോ അഴകത്തമ്മ. ഈ ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല്ലിയെ കണ്ടിട്ടുണ്ടോ കവിത? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല്ലിയുടെ വിചാരം ഉത്തരം താങ്ങി നിർത്തുന്നത് പല്ലിയാണെന്നാ. അഴകത്ത് വീടിന്റെ ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെറും ഒരു പല്ലി മാത്രോ കവിത? തെറ്റിപ്പോയി ആനന്ദേട്ടന്. പല്ലിയുടെ ആദ്യകാലത്തൊരു രൂപമുണ്ട്, ദിനോസർ. ഈ അഴകത്തെ വീടിന് അപ്പാടെ വിഴുങ്ങാൻ പ്രാപ്തിയുള്ള ഒരു കൂറ്റൻ ദിനോസറാണ് ഈ കവിത. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലേ ഇതുവരെ? ഒരു പരിധി വരെ നിനക്ക് മുന്നിൽ ഞങ്ങൾ അടിപതറി എന്നുള്ള സത്യമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊരു സ്ഥിരമായ സറണ്ടർ അല്ല. വീട് പണയപ്പെടുത്തിയിട്ടേ ഉള്ളൂ, വിറ്റിട്ടില്ല. അഴകത്ത് വീട് ഒരു പ്രളയം കൊണ്ടുപോലും അവസാനിക്കില്ലേ കവിതേ? ഇവിടെ ഒരഴകത്തമ്മേ ഉണ്ടാവൂ, സുമംഗലാദേവി. അത് ഞാനിനി വീട് വിട്ട് തന്നാലല്ലേ? തരും. പണം പലിശ സഹിതം തന്നു തീർത്താ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചെന്നല്ലേ പറ്റൂ. തന്നില്ലെങ്കിൽ ഒരു രൂപ പോലും തരാതെ, ഒരൊറ്റ രൂപ പോലും തരാതെ എല്ലാം തിരിച്ചു വാങ്ങിച്ച് കാണിച്ചു തരണോ ഞാൻ? അതെനിക്കറിയാഞ്ഞിട്ടല്ല. വാക്ക് വ്യത്യാസവും വഞ്ചനയൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ല എൻ്റെ അമ്മ, അതുകൊണ്ടാ. അനന്ത് പോയ സമയം നോക്കി വിളിച്ചതാ ഞാൻ സോളമനെ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ കവിതേ? എനിക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട് സോളമ. അനിയേട്ടനുണ്ടായത് ഒരു സാധാരണ അപകടമല്ല. അതെന്താ അങ്ങനെ തോന്നാൻ?
ആക്സിഡന്റിന് മുമ്പ് രാത്രി അനിയേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അനിയേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെറുതെ പറയുന്നതാവുന്ന കരുതി ഞാൻ ഫോൺ കട്ട് ചെയ്തു. അല്ല, വലതും പറഞ്ഞോ? ഇല്ല, പക്ഷേ ഒരു പേടിച്ച ശബ്ദമായിരുന്നു. എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടായിരുന്നു അനിയേട്ടന്. സോളമൻ ഒന്ന് അന്വേഷിക്കണം. കൂടമ്പക്കത്ത് നിന്ന് അനിയേട്ടൻ അന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ബാറിലാ കയറിയത്, ആരായിരുന്നു കൂടെ എന്നറിയണം. അതൊക്കെ കൃത്യമായിട്ട് ഇപ്പം എങ്ങനെയാ? അനിയേട്ടൻ ടാക്സി സ്റ്റാൻഡിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ അതിനടുത്ത് എവിടെയോ ആണ് ബാറ്. സ്റ്റാൻഡിനും ബാറിനും ഇടയ്ക്കുള്ള ഏതോ ഒരു സ്ഥലത്ത് വെച്ചാ അപകടം ഉണ്ടായത്. സോളമൻ ഒന്ന് അന്വേഷിക്ക്. അന്വേഷിക്കാം. ആരായാലും അവനെ കണ്ടുപിടിച്ച് കൊല്ലണം എനിക്ക്. ഞാൻ പറയുന്നതുകൊണ്ട് അരവിന്ദേട്ടൻ ഒന്നും തോന്നരുത്. നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ നിങ്ങളെ തല്ലിയനെ. പിന്നല്ലാതെ ചെറിയൊരു പറഞ്ഞ ചെവിയെ പോണോന്നൊരു ചൊല്ലുണ്ട്, അറിയാവോ? മൈഥിലി, ഒന്നാമത് ഞാൻ ടെൻഷനില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ അരവിന്ദേട്ടാ കാര്യം? എനിക്ക് ഇത്തിരി ബുദ്ധിയും വിവരവും ഒക്കെ കുറവാ. അത് സമ്മതിക്കാൻ എനിക്ക് ഒരു വിഷമവും. പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അയ്യർ ദ ഗ്രേറ്റാ. മൈഥിലി, ഇത് വീടാ. ഞാൻ നിന്റെ ഭർത്താവുക. ഇവിടെ എന്തെങ്കിലും പറയുമ്പോ കൃത്യവും വ്യക്തവുമായിരിക്കണം. നിന്റെ മനസ്സിലിപ്പോ എന്താ അത് പറ. അരവിന്ദേട്ടാ, അനന്തു ഇവിടെ വീട് പണയം വാങ്ങിക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ. ശരിയാവില്ല, ഇത് കവിതയുടെ കള്ളത്തരമാണെന്ന്. അല്ലേ? എന്താ മിണ്ടാത്തത്? ഉത്തരം പറ. ആ, നേരാ, നീ പറഞ്ഞിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ചെറിയൊരു പറഞ്ഞാ ചെവി പോവത്തില്ലെന്ന്. ഞാനൊരു പൊട്ടി, എന്ത് പറഞ്ഞാലും ആരും അത് ശ്രദ്ധിക്കില്ല. എല്ലാരോടും ഞാൻ പറഞ്ഞു കവിതയെ വിശ്വസിക്കരുതെന്ന്. ഇതെല്ലാം കള്ളത്തരമാണെന്ന്. ഇപ്പതേ നമ്മളൊക്കെ അവള് പറയുന്നത് കേൾക്കേണ്ട ഗതികേട് വന്നില്ലേ? എനിക്ക് നേരത്തെ അറിയായിരുന്നു നമ്മളെയൊക്കെ അവള് വിലയ്ക്ക് വാങ്ങുമെന്ന്. അയ്യേ മൈഥിലി, എനിക്ക് നിന്നെ അറിയാം. പക്ഷേ നീ പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ വേണമെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തല്ലിക്കോ. ഭർത്താവിനെ തല്ലാനോ? എന്നിട്ട് വേണം അതിന്റെ പാപം കൂടി എനിക്ക് കിട്ടാൻ. ആഹാ, അപ്പൊ ഞാൻ നരകത്തിൽ പോണോന്നാണല്ലേ അരവിന്ദേട്ടന്റെ ആഗ്രഹം? നീ തന്നെയല്ലേ പറഞ്ഞേ എന്നെ തല്ലാൻ തോന്നുന്നു. അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഏതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരെ തല്ലോ? അങ്ങനെയുള്ളവരെ കുടുംബത്തിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളാവോ? ഞാൻ ചുമ്മാ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ച്. എന്താ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്താ മൈഥിലി വേണ്ടത്? ഒരു ഈർക്കിലെടുത്ത് തല്ലട്ടെ നിന്നെ? ഏ? നിന്റെ കാര്യം. അമ്മയ്ക്ക് ജാമ്യം കിട്ടും, ഉറപ്പാ. കിട്ടിയെന്നറിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്റെ രക്ഷയ്ക്ക്. പ്രാർത്ഥിക്കൂ. ഈ ചുറ്റുമതിലിനകത്തെ നരകത്തിന്ന് തെറ്റൊന്നും ചെയ്യാത്ത നിങ്ങൾ രക്ഷപ്പെടണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഇറങ്ങാം, സമയമായി.
രക്ഷപ്പെട്ടു അല്ലേ? ഇവിടുന്ന് മാത്രമല്ല, എൻ്റെ ചോദ്യത്തിൽ നിന്നും. ജാമ്യം കിട്ടിയാലും ഇവിടെ വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പൊ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരും. എനിക്ക് കാണണം നിന്നെ. എന്താ മാഡം, ഇവള് പിന്നെയും കുഴപ്പമുണ്ടാക്കുവാണോ? ഏയ്, ലീലാമ്മ കുഴപ്പക്കാരിയൊന്നുമല്ല.